ഗുണം ചെയ്യുമെന്നാണ് ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെയും മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായയുണ്ട്, ഈ സർക്കാരിനുണ്ടായിരുന്ന സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ് എന്നൊക്കെ. ആ തരത്തിലേക്കുള്ള ചില പരസ്യങ്ങളുമൊക്കെ സർക്കാർ ബോധപൂർവം അല്ലെ അത്തരം പരസ്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ആ പ്ലസ് പോയിന്റിനെ കൂടി ഇല്ലാതാക്കുന്നതാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വലിയ വിവാദവും വീഴ്ചകളും ഒക്കെ? അതായത് LDF തീവ്രത അളന്നോക്കിയപ്പോൾ തീവ്രത കുറവായിരുന്നു. അതുകൊണ്ട് ഇനി രാജിവെക്കേണ്ട ആവശ്യമില്ല. അതെ, തീവ്രതയാണല്ലോ നോക്കുന്നത്. സന്തോഷ്, രാജിവെക്കണ്ട എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പരാതിയില്ല എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ സാങ്കേതികമായോ അല്ലെങ്കിൽ നിയമപരമായോ അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നില്ല. ഇവര് പൊക്കിപ്പിടിക്കുന്ന ഒരു ധാർമ്മികതയുണ്ടല്ലോ, അതുണ്ടല്ലോ. 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതേ കുടുംബ പ്രശ്നത്തിലാണ് അന്ന് പിണറായി വിജയനായിരുന്നു പറഞ്ഞത് രാജിവെക്കണം. അന്ന് ഈ ഗണേഷ് കുമാർ 2013 ഇന്ന് ആ ധാർമ്മികത എവിടെ പോയി? പിന്നെ മുൻ മഞ്ചേരി പ്രേഷം പറഞ്ഞ പോലെ ഇത് കോൺഗ്രസ് അല്ല കുത്തിപ്പൊക്കിയത്, സ്വന്തം ഭാര്യ തന്നെയാ പറഞ്ഞത്. ഞാൻ അവിടെ വന്നപ്പോൾ ബെഡ്റൂമിൽ എനിക്ക് കാണാൻ പറ്റാത്ത ദൃശ്യങ്ങൾ കണ്ടു. ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ വന്ന് തടഞ്ഞു. അല്ലേ? പോലീസിനെ വിളിച്ചു വന്നു ഗേറ്റിന് പുറത്തു നിന്നു പോലീസ്. ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസല്ലേ ഇത്? ഈ സ്ത്രീക്ക് എന്ത് പറ്റി? പിറ്റത്തെ ദിവസം അത് ഭാര്യ ഒത്തുതീർപ്പാക്കി വീട്ടിൽ കയറ്റാം. പക്ഷെ ഒരു പൊതുപ്രവർത്തകന്റെ അടുത്ത് എത്ര പെണ്ണുങ്ങൾക്ക് പോവാം? ഇവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് വെച്ചാൽ കേസല്ലാതെ അല്ല, എല്ലാ സ്ഥാനത്ത് പോലും നിർത്താൻ പാടില്ല. പക്ഷെ ഇവർ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എതിർ സൈഡ് വരുമ്പോഴത്തേക്ക് എത്ര സ്ത്രീകൾക്ക് അവരെ വീട്ടിൽ കയറി പോവാം? അടുത്തൊന്നും വേണ്ട, അടുത്ത് പറഞ്ഞ പി ശശിയുടെ ഇത് വന്ന സമയത്ത് പാലക്കാട് ജില്ലയില് അവിടെ നിന്ന് തന്നെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പറഞ്ഞല്ലോ, ഇനി ധൈര്യമായിട്ട് ബ്രാഞ്ച് ഓഫീസിൽ വരാം, അല്ലെ? പാർട്ടി ഓഫീസിൽ ഇനി ധൈര്യമായിട്ട് സ്ത്രീകൾക്കെല്ലാം വരാം, ഒരു കുഴപ്പമില്ല. ആഭാസം പുറത്തു പോയി എന്നാ പറഞ്ഞത്. ഈ ആഭാസന മന്ത്രിസഭയിൽ ഇരുത്തിയിട്ടല്ല ഈ പ്രവൃത്തി കാണിക്കുന്നത്. അതുകൂടാതെ ഗണേഷ് കുമാർ പറഞ്ഞതാണ്, എനിക്ക് ഒരു പ്രേമമല്ല 5000 പ്രേമങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. അത് പ്രേമമില്ലാത്തവൻ എന്ന ചണ്ടനാണെന്ന അങ്ങനെയൊക്കെയല്ല പറഞ്ഞത്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയല്ലേ ചെയ്തത്. ഈ രീതിയിലുള്ള പ്രേമമല്ല വേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാർ